ഹേ ഗൈസ്, വെൽക്കം ടു എ കല്യാണ വ്ളോഗ്. കല്യാണത്തിന് പോകുമ്പോഴും ഞങ്ങൾ ഡ്രസ് കോഡിലായിരുന്നു. ഒരു ഗോൾഡൻ ക്രീം അങ്ങനത്തെ ഒരു തീമിലായിരുന്നു കളർ കോഡ് സെറ്റ് ചെയ്തത്. ഞാനാണെങ്കിൽ ഓഫ് വൈറ്റ് ഷർട്ടായിരുന്നു ഇട്ടത്. എല്ലാരും റെഡിയായി വന്നപ്പോ ചെറുതായിട്ടൊന്ന് വൈകിപ്പോയി. പപ്പ അങ്കേലരും കൂടി ആദ്യത്തെ യൂബറിന് പോയി. ഞങ്ങൾ രണ്ടാമത് യൂബറും വിളിച്ച് നേരെ വന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചി ബസിലിക്ക ചർച്ചിലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ബസിലിക്ക പള്ളിയിൽ കയറുന്നത്. കൊച്ചി രൂപത മെത്രാൻ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിന്റെ നേതൃത്വത്തിലായിരുന്നു വിവാഹം നടത്തിയത്. കുർബാന കഴിഞ്ഞ് ഞാൻ സൈഡിൽ നിന്ന് വ്ളോഗ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ക്യാമറ ചേട്ടൻ പറയുന്നത്, എടാ നീ വ്ളോഗർ അല്ലേ എന്ന്. സന്തോഷമായി എനിക്ക്. ഇതാണ് ഗൈസ് കല്യാണ ചെക്കന്റെ അമ്മ. പുള്ളിക്കാരത്തെ യൂട്യൂബർ ആണ്. പിന്നെ ഇത് പപ്പ, ഇത് അനിയൻ. അങ്ങനെ പള്ളിയിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ വന്നിരിക്കുന്നത് ഹാളിലേക്കാണ്. പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെ ആയിരുന്നു ഹാള്. അറേഞ്ച്മെന്റ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് സർപ്രൈസ് ആയിട്ട് എന്റെ കയ്യിൽ പിടിച്ചത്. പിന്നെ ടെക്നോ വരാൻ നിന്നതാണ്. പക്ഷേ ആൾക്ക് ഡൽഹിയിൽ പോണ പോലെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് വരണമെന്ന്. ഗൈസ്, പുള്ളിക്കാരത്തി നമ്മുടെ ടെക്നോ ഫ്ലിപ്പിന്റെ മമ്മിയാണ്. പിന്നെ പുള്ളിക്കാരത്തിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ടെക്നോസ് മോം എന്നും പറഞ്ഞ്. നമ്മുടെ വ്ളോഗിൽ എല്ലാവർക്കും ടാറ്റ തന്നിട്ടോ. പൈനാപ്പിൾ ജ്യൂസിനൊപ്പം ചെറിയൊരു സ്നാക്ക് ഐറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണപ്പെണ്ണും ചെക്കനും വന്നു, മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചു. ഞാൻ അകത്ത് കയറിപ്പോ സ്റ്റേജിലേക്ക് നോക്കിപ്പോ ബ്ലാക്ക് കർട്ടൻസും ലാമ്പൊക്കെ സെറ്റ് ചെയ്ത് സൂപ്പർ ആയിരുന്നു. ചെക്കനും പെണ്ണും തിരി കത്തിച്ചു. പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു. കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കേൾക്കുമ്പോഴും ഇവിടെ എത്തി. ഞങ്ങൾ ഇവിടെ ഇരുന്ന് വൈൻ കുടിച്ചപ്പോ അവരവിടെ നിന്ന് കുടിച്ചു. ഷാജിങ് എന്തോ കാര്യമായിട്ട് പപ്പെടുത്ത് സംസാരിച്ചോണ്ടിപ്പുണ്ടായിരുന്നു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കലായിരുന്നു. ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് റിച്ചാർഡ് എടുത്ത് പറഞ്ഞത്, നീ എന്നെ കഴിഞ്ഞ വീഡിയോയിൽ പൊക്കി പറഞ്ഞില്ല, ഈ വീഡിയോയിൽ എന്തെങ്കിലും പൊക്കി പറഞ്ഞോന്ന്. അത് ഞാൻ ഏറ്റവും പറഞ്ഞു. ഗൈസ്, ഇവരെല്ലാരും എന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. വളരെയധികം സന്തോഷം. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയപ്പോ എന്റെ വീഡിയോ എടുത്തുന്ന ക്യാമറ ചേട്ടനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് അടിക്കലായിരുന്നു. സ്റ്റാർട്ടറിൽ നിന്ന് തന്നെ തുടങ്ങി. അപ്പവും ഇഷ്ടമൊക്കെ ആയിരുന്നു. സ്റ്റാർട്ടർ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ നേരെ ഇപ്പുറത്ത് നോക്കിയപ്പോ ഒരു സെക്ഷനിൽ സലാഡ്, ഇപ്പുറത്തെ സെക്ഷനിൽ നോക്കിയപ്പോ ഡെസേർട്സ് ആയിരുന്നു. അറേഞ്ച് ചെയ്തേക്കുന്ന രീതിയെല്ലാം സൂപ്പർ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഗ്യാപ്പിൽ ഞാൻ ബിരിയാണി എടുത്തേ. അങ്ങനെ വ്ളോഗിൽ വീണ്ടും ടാറ്റ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം സിന്ധു ആന്റി. ചെക്കനും പെണ്ണും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം റിച്ചാർഡേട്ടന്റെ വീട്ടിലാണ്. എന്നെ പറ്റി പൊക്കി പറഞ്ഞോണ്ടിരിക്കണായിരുന്നു നമ്മുടെ സ്വന്തം ചെക്കന്റെ അനിയൻ. സാറ്റ്നച്ച് റിച്ചാർഡേട്ടനും വന്നിറങ്ങി. അങ്ങനെ അമ്മ കൊന്ത നെറ്റിയിൽ കുരിശും വരച്ച് രണ്ടുപേർക്കും ഓരോ ഉമ്മയും കൊടുത്ത് നേരെ അകത്തേക്ക് വിളിച്ച് കയറ്റി. എല്ലാവരും അകത്ത് കയറി. അപ്പോഴാണ് ഞാൻ റിച്ചാർഡേട്ടന്റെ റൂമിലേക്ക് ഒന്ന് നോക്കിയത്. ഗൈസ്, എന്റെ കിളി പോയി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹോട്ട് വീൽസിന്റെ കളക്ഷൻ നേരിട്ട് കാണുന്നത്. ഞാൻ റീൽസിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. റൂമിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പുള്ളി പറയുന്നത് ഈ ഒരു കോർണറിലും ഉണ്ട്, പിന്നെ ഫസ്റ്റ് ഫ്ലോറിലും ഉണ്ട്. ഇതെല്ലാം ഞാൻ ഇവിടെ എടുത്തോണ്ടിരിക്കുമ്പോ പുള്ളിനെ പെട്ടെന്ന് കാണാനില്ല. എല്ലാവർക്കും ഹോട്ട് വീൽസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് പുള്ളി. ഇത്രയും ക്രൈസ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ലാസ്റ്റ് ചടങ്ങായ പെണ്ണിനെ ചെക്കനെ വീട്ടുകാരെ ഏൽപ്പിക്കുകയായിരുന്നു. എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വ്ളോഗ് കണ്ട്, പക്ഷെ നിങ്ങളെ കണ്ടില്ല, ഇവരെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് മോന്റെ വ്ളോഗ് ഞങ്ങൾ ഇരുന്നിരിപ്പിന് എല്ലാം കണ്ടു, എല്ലാം കണ്ടു. ആന്റി അങ്ങനെ പറഞ്ഞപ്പോ വളരെയധികം സന്തോഷമായി. താങ്ക് യു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.